നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കടം കയറി കഴുത്തറ്റ മുങ്ങിയപ്പോഴാ വിജയ്ക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നിയത്. എന്നിട്ട് അവനെവിടെ? രക്ഷപ്പെട്ടു. ആ ഫോട്ടോയിലെ ആളാ. വിജയ് ഒരിക്കലും മുന്നിലേക്ക് വരില്ല, പിന്നിലെ നിൽക്കൂ എന്നായിരുന്നു ധാരണ. അവൻ ഇതുകൊണ്ടൊക്കെ എന്താണ് ഈ നേട്ടം? പണി ഏൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവൻ ഇതുകൊണ്ട് എന്താ നേട്ടെന്ന്? രോഹിതിന്റെ കല്യാണം സത്യാമ്മയാ നടത്തി കൊടുക്കുന്നതെന്ന് അറിഞ്ഞു. ഇപ്പൊ സുസ്മിതയുടെ ദേഹത്തിട്ടിരിക്കുന്ന ഈ ആഭരണങ്ങൾ മാത്രം മതി ഇപ്പോഴത്തെ കടങ്ങളൊക്കെ വീട്ടി ഒന്ന് പിടിച്ചു നിൽക്കാൻ. അങ്ങനെ രോഹിതിന്റെ ജീവിതത്തിൽ ഒരു സുസ്മിതയുണ്ടെന്ന് അറിഞ്ഞ് എല്ലാം പ്ലാൻ ചെയ്ത് തന്നെയാ വിജയ് അയച്ചത്. ഈ ആഭരണങ്ങൾ കിട്ടുന്നത്ര പണം കൊണ്ട് ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ രണ്ടാള് മുങ്ങാനായിരുന്നു ധാരണ. പിന്നെ കല്യാണത്തിന്റെ കാര്യവും പറഞ്ഞ് രോഹിതിനെ ഇടയ്ക്കിടെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാനും പദ്ധതി ഉണ്ടായിരുന്നു. അപ്പോ ഇവിടെ ആള് കൊള്ളാലോ. നിനക്ക് അഭിനയിക്കാൻ മാത്രമല്ല കഥയുണ്ടാക്കാനും അറിയാം അല്ലേടി? ഓ, വിശ്വസിച്ചും തോന്നുന്നു. ഇവിടെ എന്താ ഞാൻ ചെയ്യേണ്ടത്? അവളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നേ. അവൾ നിത്യസ്ഥിതി മനസ്സിലാക്കി നെല്ലും പതിരും തിരിച്ചോളും. അല്ലെങ്കിൽ അമ്മ ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവനെ അങ്ങ് തൂക്കിയാലോ, ആ വിജയിനെ. ഈ പന്തലി കൊണ്ടുവന്നിട്ട് ഞാൻ അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാം. എന്താ? ഏയ് വേണ്ട വേണ്ട, അതൊന്നും വേണ്ട. അതെന്താ സുസ്മിത വേണ്ടാത്ത? അല്ല, കേസും വഴക്കൊന്നും വേണ്ടാന്ന് കരുതിയിട്ടാ. പോരാത്തതിന് ഇവിടെ ഒരു മംഗളകർമ്മം നടക്കുകയല്ലേ. ആ, അത് ശരിയാ. സുസ്മിതയുടെ കഴുത്തിൽ താലി വീഴണം, അത് തന്നെയാ പ്രധാനം. എന്നാലും ഇവൾ എന്നോട് ചെയ്തത് മഹാപരാധമാണെങ്കിലും അത് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാ. ജീവിക്കാൻ വേറെ നിവൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇവൾ പറഞ്ഞ പോലെ ആത്മഹത്യയോ മറ്റോ ചെയ്താ അതിന്റെ പാപഭാരം പേര് നടക്കേണ്ടി വരില്ലേ നമ്മൾ? സുസ്മിത ഇത്രയും മഹാമനസ്കയാണെന്ന് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ജന്മന അവൾ അങ്ങനെയാ മോളെ. ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നത് ഇഷ്ടമല്ല അവൾക്ക്. സുസ്മിത ഇപ്പോ ഇത്രയും കെഞ്ചി പറയുന്ന സ്ഥിതിക്ക് നമുക്കിപ്പോ ഇവളെ അങ്ങ് വിട്ടേക്കാം അല്ലേ സത്യാമ്മ? മേലാൽ ഇത്തരം എന്തേലും കേസിൽ നിന്റെ പേര് ഞാൻ കേട്ടാൽ സത്യഭാമയെ നീ വണ്ടിയാക്കാൻ ശ്രമിച്ചതെന്ന് ഓർത്തോണം. ഒടങ്ങി ഒതുങ്ങി എവിടെയും പോയി ജീവിച്ചില്ലെന്നുണ്ടെങ്കിലേ ഇതിന്റെ കൂടെ പിഴ ചേർത്ത് നീ അടയ്ക്കേണ്ടി വരും അടുത്ത തവണ. പോയിക്കോ. നന്ദിയുണ്ട് സത്യാമ്മ, മരണം വരെ ഈ ഉപകാരം മറക്കില്ല ഞാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.